ദൈവത്തെ കേൾക്കാൻ കഴിയുമോ? നിങ്ങളുടെ ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നിന്ന് ദൈവത്തെ വിളിക്കുമ്പോൾ ഒരു മറുപടിയും ലഭിക്കുന്നില്ല എന്ന് നിങ്ങൾക്ക് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? ആർക്കെങ്കിലും ശരിക്കും ദൈവത്തോട് സംസാരിക്കാൻ കഴിയുമോ എന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? അതോ ഇതെല്ലാം വെറുമൊരു തോന്നലാണോ? നമ്മുടെ പ്രാർത്ഥനകൾക്ക് ശരിക്കും ഉത്തരമില്ലേ? അതോ നമ്മെ കേൾക്കുകയും നമുക്ക് മറുപടി നൽകുകയും ചെയ്യുന്ന ഒരു ദൈവിക സാന്നിധ്യം ഇവിടെയുണ്ടോ? ഇതുപോലുള്ള ചോദ്യങ്ങൾ എപ്പോഴെങ്കിലും നിങ്ങളുടെ മനസ്സിലൂടെ കടന്നുപോയിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ ജീവിതത്തെയും ആത്മീയതയെയും കുറിച്ചുള്ള നിങ്ങളുടെ കാഴ്ചപ്പാടിനെ പൂർണ്ണമായും മാറ്റിമറിച്ചേക്കാം. കാരണം ഇന്ന് നമ്മൾ പരമഹംസ യോഗാനന്ദന്റെ ഏറ്റവും നിഗൂഢവും ശക്തവുമായൊരു പുസ്തകത്തിലേക്ക് ആഴ്ന്നിറങ്ങുകയാണ്. ദൈവവുമായുള്ള സംഭാഷണം. ലോകമെമ്പാടുമുള്ള ദശലക്ഷക്കണക്കിന് ആളുകൾക്ക് ആത്മീയ പാതയിലൂടെ സഞ്ചരിക്കാൻ പ്രചോദനമായ ഒരു യോഗിയുടെ ആത്മകഥ എഴുതിയ മഹാനായ യോഗിയായി പരമഹംസ യോഗാനന്ദനെ നിങ്ങൾക്കറിയാമായിരിക്കും. എന്നാൽ ഈ പുസ്തകത്തിൽ അദ്ദേഹം കൂടുതൽ വ്യക്തിപരമായ ചില കാര്യങ്ങൾ പങ്കുവയ്ക്കുന്നു. ദൈവവുമായി എങ്ങനെ യഥാർത്ഥത്തിൽ ആശയവിനിമയം നടത്താം എന്നതിന്റെ വിശുദ്ധ രഹസ്യങ്ങൾ. ഇതൊരു സാധാരണ പുസ്തകമല്ല. ഇതൊരു ആത്മീയ ഭൂപടമാണ്. ദൈവവുമായുള്ള ബന്ധം എന്നത് വെറും ആചാരങ്ങളിലോ അമ്പലങ്ങളിലോ ഔപചാരിക പ്രാർത്ഥനകളിലോ മാത്രം ഒതുങ്ങിനിൽക്കുന്ന ഒന്നല്ല എന്ന് ഇത് വെളിപ്പെടുത്തുന്നു. പകരം യഥാർത്ഥത്തിൽ ദൈവത്തോട് സംസാരിക്കാൻ നാം നമ്മുടെ ഉള്ളിലെ ഉയർന്ന ബോധത്തെ ഉണർത്തണം എന്ന് ഇത് നമ്മെ പഠിപ്പിക്കുന്നു. എന്നാൽ ഞാൻ വ്യക്തമായി പറയാം, ഈ സത്യങ്ങൾ മനസ്സിലാക്കുക എന്നത് ദുർബലമായ മനസ്സുള്ളവർക്കുള്ളതല്ല. ഇതിന് ആത്മാർത്ഥതയും ആന്തരിക നിശബ്ദതയും ഉള്ളിൽ നിന്ന് മാറാനുള്ള അതിയായ ആഗ്രഹവും ആവശ്യമാണ്. ഈ വീഡിയോയിൽ ആ വിശുദ്ധ ഗ്രന്ഥത്തിൽ നിന്നുള്ള അഗാധമായ ആത്മീയ ഉൾക്കാഴ്ചകൾ നമ്മൾ പര്യവേക്ഷണം ചെയ്യും. ഓരോന്നും ദൈവവുമായുള്ള നിങ്ങളുടെ വ്യക്തിപരമായ ബന്ധം തുറക്കാൻ കഴിയുന്ന ഓരോ താക്കോലുകളാണ്. അതുകൊണ്ട് ഈ വീഡിയോയുടെ അവസാനം വരെ എന്നോടൊപ്പം നിൽക്കുക. കാരണം ഇതിലെ അവസാനത്തെ രഹസ്യം നിങ്ങളുടെ ജീവിതത്തിന്റെ ദിശ തന്നെ മാറ്റാൻ പോന്നത്ര ശക്തമാണ്. 1. എന്തുകൊണ്ട് ദൈവം നമ്മുടെ പ്രാർത്ഥനകൾക്ക് മറുപടി നൽകുന്നില്ല? നമ്മളിൽ എല്ലാവരും എപ്പോഴെങ്കിലും പ്രാർത്ഥിച്ചിട്ടുണ്ടാകും. വേദനയുടെയോ ഭയത്തിന്റെയോ ആശയക്കുഴപ്പത്തിന്റെയോ നിസ്സഹായതയുടെ നിമിഷങ്ങളിൽ ഒരടയാളത്തിനോ ഒരു പരിഹാരത്തിനോ വേണ്ടി നമ്മൾ ദൈവത്തോട് കരഞ്ഞു പ്രാർത്ഥിക്കുന്നു. എന്നാൽ പലപ്പോഴും അവിടെ ഒരു നിശബ്ദത മാത്രമായിരിക്കും ഉണ്ടാവുക. എന്തുകൊണ്ട്? ഞാനൊന്ന് ചോദിക്കട്ടെ, ദൈവത്തെ കേൾക്കാൻ നിങ്ങൾ എപ്പോഴെങ്കിലും ആത്മാർത്ഥമായി ശ്രമിച്ചിട്ടുണ്ടോ? ദൈവവുമായുള്ള യഥാർത്ഥ ആശയവിനിമയം എന്നത് കേവലം ചോദിക്കൽ മാത്രമല്ല എന്ന് പരമഹംസ യോഗാനന്ദൻ വളരെ മനോഹരമായി വിശദീകരിക്കുന്നു. അത് അഗാധമായും നിശബ്ദമായും ആത്മാർത്ഥമായും കേൾക്കാൻ തയ്യാറാവുക എന്നതുകൂടിയാണ്. എന്തുകൊണ്ടാണ് ചോദിക്കുന്നതിനേക്കാൾ കേൾക്കുന്നത് പ്രധാനമാകുന്നത്? കാരണം നമ്മൾ നിരന്തരം ചോദിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ സംഭാഷണം ഒരു വശത്തുനിന്ന് മാത്രമുള്ളതായി മാറുന്നു. നിങ്ങൾ ഒരു സുഹൃത്തിനോട് സംസാരിക്കുകയാണെന്ന് സങ്കൽപ്പിക്കുക. എന്നാൽ അവരെ സംസാരിക്കാൻ നിങ്ങൾ ഒരിക്കലും അനുവദിക്കുന്നില്ല. നിങ്ങൾ സംസാരിച്ചുകൊണ്ടേയിരിക്കുന്നു. അതൊരു യഥാർത്ഥ സംഭാഷണമായിരിക്കുമോ? ഒരിക്കലുമില്ല. ദൈവത്തിന്റെ കാര്യത്തിലും ഇതുതന്നെയാണ് സത്യം. യഥാർത്ഥത്തിൽ ബന്ധപ്പെടാൻ, മനസ്സിനെ ശാന്തമാക്കാനും ദൈവികതയ്ക്കായി കാതോർക്കാനും നാം പഠിക്കണം. എന്നാൽ ഇവിടുത്തെ രഹസ്യം ഇതാണ്: ദൈവം വാക്കുകളിലൂടെയല്ല സംസാരിക്കുന്നത്. ദൈവം സംസാരിക്കുന്നത് വികാരങ്ങളിലൂടെയും ആന്തരിക നിശബ്ദതയിലൂടെയും സമാധാനത്തിന്റെ സ്പന്ദനങ്ങളിലൂടെയുമാണ്. യഥാർത്ഥ പ്രാർത്ഥന എന്നത് കേവലം ആവശ്യപ്പെടലല്ല, അത് ദൈവിക സാന്നിധ്യം അനുഭവിക്കലാണ്. പരമഹംസ യോഗാനന്ദൻ. നിങ്ങൾ ചോദിക്കുക മാത്രം ചെയ്യുമ്പോൾ നിങ്ങളുടെ മനസ്സ് അസ്വസ്ഥമായി തുടരുന്നു. എന്നാൽ നിങ്ങൾ കേൾക്കാൻ തുടങ്ങുമ്പോൾ അഗാധമായ ഒരു സമാധാനം നിങ്ങളിൽ വികസിക്കുന്നു. ആ പുണ്യമായ നിശബ്ദതയിലാണ് ദൈവം സംസാരിക്കാൻ തുടങ്ങുന്നത്. 2. ദൈവം എങ്ങനെയാണ് നമ്മോട് സംവദിക്കുന്നത്? അടയാളങ്ങളിലൂടെയും ആന്തരിക മാർഗനിർദ്ദേശങ്ങളിലൂടെയും ആഴത്തിലുള്ള ധ്യാനസമയത്തുണ്ടാകുന്ന സൂക്ഷ്മമായ വികാരങ്ങളിലൂടെയുമാണ് ദൈവം സംസാരിക്കുന്നത്. നമ്മുടെ സ്വന്തം അസ്തിത്വത്തിന്റെ നിശബ്ദതയിലേക്ക് നാം ഊളിയിടുമ്പോൾ ഒരു ദൈവിക ശക്തി നമ്മുടെ ഉള്ളിൽ ഉണരാൻ തുടങ്ങുന്നു. ഈ സാന്നിധ്യം പുറത്തല്ല, അത് നിങ്ങളുടെ ഉള്ളിലാണ്. അത് നിങ്ങളെ നയിക്കുന്നു, നിങ്ങളെ ആശ്വസിപ്പിക്കുന്നു. എല്ലാം നഷ്ടപ്പെട്ടുവെന്ന് തോന്നുമ്പോൾ അത് നിങ്ങൾക്ക് വഴി കാണിച്ചു തരുന്നു. എന്നാൽ എങ്ങനെയാണ് നാം ആ ദൈവിക തരംഗദൈർഘ്യത്തിലേക്ക് മാറുന്നത്? അതിനുള്ള ഉത്തരമാണ് ധ്യാനം. ദൈവത്തോട് സംസാരിക്കാനുള്ള ഏറ്റവും ശക്തമായ മാർഗം ധ്യാനമാണെന്ന് യോഗാനന്ദൻ ഊന്നിപ്പറയുന്നു. ശരിയായി പരിശീലിക്കുമ്പോൾ ശാന്തമായൊരു തടാകം പോലെ ധ്യാനം മനസ്സിനെ ശാന്തമാക്കുന്നു. ശാന്തമായൊരു തടാകം ആകാശത്തെ വ്യക്തമായി പ്രതിഫലിപ്പിക്കുന്നതുപോലെ ശാന്തമായൊരു മനസ്സ് ദൈവത്തിന്റെ സാന്നിധ്യത്തെ വ്യക്തമായി പ്രതിഫലിപ്പിക്കുന്നു. 3. ദൈവം നിങ്ങളുടെ ഓരോ പ്രവൃത്തിയിലുമുണ്ട്. നമ്മുടെ ബോധം ഉയർത്തപ്പെടുന്നതുവരെ നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ സാന്നിധ്യം പൂർണ്ണമായി തിരിച്ചറിയാൻ നമുക്ക് കഴിയില്ല. എന്നാൽ വിശുദ്ധമായ സത്യമിതാണ്: നിങ്ങൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയിലും ദൈവമുണ്ട്.
സ്നേഹത്തോടും ഭക്തിയോടും സമർപ്പണത്തോടും കൂടി നിങ്ങൾ ഓരോ കടമയും നിർവഹിക്കുമ്പോൾ നിങ്ങൾ ദൈവികതയുടെ ഒരു മാധ്യമമായി മാറുന്നു. പിന്നീട് പ്രവർത്തിക്കുന്നത് നിങ്ങളല്ല, നിങ്ങളിലൂടെ പ്രവർത്തിക്കുന്നത് ദൈവമാണ്. ജോലി വലുതോ ചെറുതോ ആകട്ടെ, അത് ദൈവത്തിനുള്ള ഒരു വഴിപാടായി ചെയ്യുമ്പോൾ അതൊരു പവിത്രമായ ആത്മീയ പരിശീലനമായി മാറുന്നു. 4. ദൈവത്തിന്റെ മറുപടികൾ എങ്ങനെ തിരിച്ചറിയാം? നമ്മളെല്ലാവരും ജീവിതത്തിൽ എപ്പോഴെങ്കിലും പ്രാർത്ഥിക്കാറുണ്ട്. സഹായത്തിനും വഴികാട്ടലിനും സമാധാനത്തിനും വേണ്ടി നമ്മൾ ചോദിക്കുന്നു. വ്യക്തമായ ഒരു ഉത്തരം ലഭിക്കാതെ വരുമ്പോൾ നമ്മളിൽ സംശയം നുഴഞ്ഞുകയറുന്നു. ദൈവം എന്നെ കേൾക്കുന്നുണ്ടോ? യോഗാനന്ദൻ ഇതിന് വ്യക്തമായ ഉത്തരം നൽകുന്നു. ഉവ്വ്, ദൈവം എപ്പോഴും പ്രതികരിക്കുന്നു. എന്നാൽ അവന്റെ ഭാഷ മനസ്സിലാക്കാൻ നാം പഠിക്കണം. പ്രധാനമായും 2 രീതിയിലാണ് ദൈവം ഉത്തരം നൽകുന്നത്. ഉള്ളുവിളിയിലൂടെ. ചിലപ്പോൾ നിങ്ങളൊരു വലിയ പ്രശ്നത്തിലൂടെ കടന്നുപോകുമ്പോൾ വ്യക്തമായ ഒരു ചിന്തയോ വികാരമോ നിങ്ങളുടെ ഉള്ളിൽ നിന്ന് ഉയർന്നുവരും. അതൊരു സാധാരണ ചിന്തയല്ല. അത് നിങ്ങളുടെ ആത്മാവിനെ സ്പർശിക്കുന്ന ഒരു തിരിച്ചറിവാണ്. അത് നിങ്ങളുടെ മനസ്സല്ല സംസാരിക്കുന്നത്, നിങ്ങളുടെ ആത്മാവ് ദൈവത്തെ കേൾക്കുന്നതാണ്. സ്വപ്നങ്ങളിലൂടെ ബോധമനസ്സ് ഉറങ്ങുകയും ഉപബോധമനസ്സ് തുറന്നിരിക്കുകയും ചെയ്യുമ്പോഴാണ് പലപ്പോഴും ദൈവികമായ മാർഗനിർദ്ദേശങ്ങൾ വരുന്നത്. ഒരു സ്വപ്നം നിങ്ങളുടെ ഹൃദയത്തിൽ പവിത്രമായ എന്തെങ്കിലും ഉണർത്തുന്ന ചിഹ്നങ്ങളോ സന്ദേശങ്ങളോ നൽകിയേക്കാം. ദൈവം എപ്പോഴും ഉത്തരം നൽകുന്നു. ഉച്ചത്തിൽ യാചിക്കുക എന്നതല്ല നമ്മുടെ ലക്ഷ്യം, മറിച്ച് അത് സ്വീകരിക്കാൻ പാകത്തിൽ ശാന്തമാവുക എന്നതാണ്. 5. നിങ്ങളെ ദൈവവുമായി ബന്ധിപ്പിക്കുന്ന പ്രധാന ശീലങ്ങൾ. പ്രാർത്ഥിച്ചതുകൊണ്ടോ ആത്മീയ ഒത്തുചേരലുകളിൽ പങ്കെടുത്തതുകൊണ്ടോ മാത്രം കാര്യമില്ല. ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് നിങ്ങളുടെ ചിന്തകളുടെ ശുദ്ധിയാണ്. നിങ്ങൾ നെഗറ്റീവ് ചിന്തകളിൽ മുങ്ങുമ്പോൾ നിങ്ങളുടെ വൈബ്രേഷൻ കുറയുകയും ദൈവവുമായുള്ള ബന്ധം ദുർബലമാവുകയും ചെയ്യുന്നു. ദൈവികതയുമായി എപ്പോഴും ബന്ധപ്പെട്ടിരിക്കാൻ സഹായിക്കുന്ന 3 പ്രധാന ശീലങ്ങൾ ഇതാ. ശീലം. വിവരണം. 1. ദിവസേനയുള്ള ധ്യാനം. ഒരിക്കലും ഇത് ഒഴിവാക്കരുത്. ആത്മാർത്ഥമായ കുറച്ചുനേരത്തെ ധ്യാനത്തിനുപോലും നിങ്ങളുടെ ഉള്ളിലെ ദൈവിക സാന്നിധ്യത്തിലേക്കുള്ള വാതിലുകൾ തുറക്കാൻ കഴിയും. 2. സത്സംഗം. നിങ്ങളുടെ ബോധമണ്ഡലത്തെ ഉയർത്തുന്ന പോസിറ്റീവായ ആളുകളുടെ കൂടെ സമയം ചിലവഴിക്കുക. ശരിയായ കൂട്ടുകെട്ട് നിങ്ങളുടെ പാതയെ ശക്തിപ്പെടുത്തുന്നു. 3. ചിന്തകളെ നിയന്ത്രിക്കുക. നെഗറ്റിവിറ്റി ഒഴിവാക്കുക. പകരം ഓരോ ഇടപെടലിലും സ്നേഹവും അനുകമ്പയും ദയയും വളർത്തിയെടുക്കുക. 6. ദൈവം വിശുദ്ധന്മാർക്ക് മാത്രമുള്ളതാണോ? സാധാരണക്കാരനായ ഒരാൾക്ക് എപ്പോഴെങ്കിലും ദൈവത്തിൽ നിന്ന് ഒരു സന്ദേശം ലഭിക്കുമോ? ഇതൊരു വലിയ തെറ്റിദ്ധാരണയാണ്. പരമഹംസ യോഗാനന്ദൻ ഇതിന് ശക്തമായൊരു ഉത്തരം നൽകുന്നു. ദൈവത്തിന് ആരോടും സംസാരിക്കാൻ കഴിയും, ഒരു വലിയ യോഗിയോടോ അല്ലെങ്കിൽ ഒരു സാധാരണക്കാരനോടോ. അവിടെ ഒരേയൊരു യോഗ്യത മാത്രമേ ആവശ്യമുള്ളൂ: ആത്മാർത്ഥമായ ഭക്തിയും ശുദ്ധമായ ഹൃദയവും. ദൈവം തെരഞ്ഞെടുക്കപ്പെട്ട ചുരുക്കം ചിലർക്ക് മാത്രമുള്ളതല്ല. അവൻ ഓരോ ആത്മാവിലും വസിക്കുന്നു. അവൻ അകലെയല്ല, നിങ്ങളുടെ ശ്വാസത്തേക്കാൾ അടുത്താണ്. അവനുമായി ബന്ധപ്പെടാൻ നിങ്ങൾക്ക് സങ്കീർണമായ ആചാരങ്ങളൊന്നും ആവശ്യമില്ല. നിങ്ങളുടെ ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നിന്ന് അവനെ വിളിച്ചാൽ മാത്രം മതി. നിങ്ങളുടെ പ്രാർത്ഥന മുറിഞ്ഞ ശബ്ദത്തിലാണെങ്കിലും അത് വരുന്നത് വേദനയിൽ നിന്നാണെങ്കിലും അതിൽ ആത്മാർത്ഥതയുണ്ടെങ്കിൽ അത് തൽക്ഷണം ദൈവത്തിലെത്തും. 7. ദൈവവുമായി ബന്ധപ്പെടാനുള്ള ഏറ്റവും ശക്തമായ മാർഗം. ഇതുവരെ നമ്മൾ ധ്യാനത്തെയും പ്രാർത്ഥനയെയും കുറിച്ച് സംസാരിച്ചു. എന്നാൽ പരമഹംസ യോഗാനന്ദൻ ഇതിലും വലിയൊരു രഹസ്യം വെളിപ്പെടുത്തുന്നു. ദൈവത്തിൽ എത്തിച്ചേരാനുള്ള ഏറ്റവും ലളിതവും ശക്തവുമായ മാർഗം നിസ്വാർത്ഥമായ സ്നേഹമാണ്. എന്താണ് നിസ്വാർത്ഥമായ സ്നേഹം? പകരമായി ഒന്നും പ്രതീക്ഷിക്കാത്ത സ്നേഹമാണത്. പ്രശംസ പ്രതീക്ഷിക്കാതെ നിങ്ങൾ ഒരാളെ സഹായിക്കുമ്പോൾ, ഓരോ ജീവിയിലും നിങ്ങൾ ഈശ്വരനെ കാണുമ്പോൾ, ആവശ്യത്തിന്റെ പേരിലല്ലാതെ അനുകമ്പയുടെ പേരിൽ നിങ്ങൾ സ്നേഹം നൽകുമ്പോൾ, ഓരോ നിമിഷത്തിലും ദൈവത്തിന്റെ സാന്നിധ്യം നിങ്ങൾക്ക് അനുഭവപ്പെടാൻ തുടങ്ങും. യഥാർത്ഥ ഭക്തി അമ്പലങ്ങളിലോ ആചാരങ്ങളിലോ ഒതുങ്ങി നിൽക്കുന്നില്ല. നിങ്ങളെ വേദനിപ്പിച്ച ഒരാളോട് നിങ്ങൾ ക്ഷമിക്കുമ്പോൾ, വേദന അനുഭവിക്കുന്ന ഒരാളെ നിങ്ങൾ സേവിക്കുമ്പോൾ, അഹങ്കാരത്തിനു പകരം വിനയത്തോടെ നിങ്ങൾ സംസാരിക്കുമ്പോൾ, അവിടെയാണ് ദൈവം ജീവിക്കുന്നത്. ഗുഹകളിലിരിക്കുന്ന മുനിമാരോട് മാത്രമല്ല ദൈവം സംസാരിക്കുന്നത്. സ്നേഹത്തോടും ദയോടും ശുദ്ധമായ ഹൃദയത്തോടും കൂടി ജീവിക്കുന്ന ഏതൊരാളോടും ദൈവം സംസാരിക്കും. ഉപസംഹാരം. ഇനി എന്റെ ചോദ്യമിതാണ്: ഈ സന്ദേശം നിങ്ങളുടെ ജീവിതത്തിൽ പകർത്താൻ നിങ്ങൾ തയ്യാറാണോ? ഇന്നു മുതൽ നിങ്ങളുടെ ഹൃദയത്തിൽ അനുകമ്പയുടെ ദീപം നിങ്ങൾ തെളിയിക്കുമോ? ദൈവത്തോട് ചോദിക്കുന്നത് മാത്രം നിർത്തി നിങ്ങളുടെ ജീവിതത്തിലെ ഓരോ നിമിഷത്തിലും അവനെ ഉൾപ്പെടുത്താൻ നിങ്ങൾ തുടങ്ങുമോ? കാരണം ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരമായിരിക്കും നിങ്ങൾ ദൈവത്തോട് എത്രത്തോളം അടുത്താണ് അല്ലെങ്കിൽ അകലെയാണ് എന്ന് തീരുമാനിക്കുന്നത്. ഈ വീഡിയോ നിങ്ങളുടെ ഹൃദയത്തെ സ്പർശിച്ചുവെങ്കിൽ ഇതൊന്ന് ലൈക്ക് ചെയ്യുക,
ഇന്ന് ഈ സന്ദേശം ആവശ്യമുള്ള ഒരാളുമായി ഇത് പങ്കുവയ്ക്കുക. ഓർക്കുക, ദൈവം ദൂരെ ഏതോ ആകാശത്തിലല്ല, സ്നേഹത്തിലൂടെ തിരിച്ചറിയപ്പെടാനായി അവൻ നിങ്ങളുടെ ഉള്ളിൽ തന്നെ കാത്തിരിക്കുന്നു. നമുക്കൊരുമിച്ച് ആ വഴിയിലൂടെ നടക്കാം.